ഈ 4-ാമത്തെ അധ്യായത്തിൽ മാത്രമല്ല 3-ാമത്തെ അധ്യായത്തിലും 2-ാമത്തെ അധ്യായത്തിലും എല്ലാം നമ്മൾ പഠിച്ചത് സഹോദര സ്നേഹം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചല്ലോ, ഒരു സഭയുടെ അടിസ്ഥാനം ബിൽഡിംഗ് അല്ല, സൗണ്ട് സിസ്റ്റം അല്ല, കുറച്ച് അല്ലെങ്കിൽ ചില സഭകളൊക്കെ പറയും കുറച്ച് കാശുകാരൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതൊന്നും അല്ല സഭയുടെ അടിസ്ഥാനം. വേറെ ഒന്നുമല്ല. ഇവിടെ ഇട്ടേക്കുന്ന കസേരയോ പായോ അല്ലെങ്കിൽ ആ സ്ഥലമോ നത്തിങ്. ഒരു ആത്മീയ കുടുംബം, സഭയാകുന്ന ആത്മീയ കുടുംബത്തിൻ്റെ അടിസ്ഥാനം ബൈബിൾ പറയുന്നു സഹോദര സ്നേഹമാണ്. നമ്മൾ സഹോദര സ്നേഹം വരുമ്പോൾ, അതിൽ വർദ്ധിച്ചു വരുമ്പോൾ മാത്രമേ ആത്മാവിൽ ഐക്യപ്പെടാൻ കഴിയത്തുള്ളൂ. അല്ലെ ഒരാൾ വളർന്നു, ഒരാളുടെ കാഴ്ചപ്പാട് വേറെ, ഒരാൾ അത്രയും വളർന്നില്ല, ഒരാൾ വളരെ ലോകസ്നേഹിയ, ഒരാൾ വളരെ ജഡമോഹിയ, ഒരാൾ ചിന്തിക്കുന്നത് ഈ പാപത്തിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല, അതൊക്കെ കർത്താവിനോട് ക്ഷമ ചോദിച്ചാൽ അങ്ങ് ക്ഷമിക്കുമെന്ന് വിചാരിച്ച് അതിൽ തുടരുന്നവർ കാണും. ഇങ്ങനെ പല കൂട്ടം, പല ആത്മീയ ലെവൽ തന്നെ പറയാൻ പറ്റത്തില്ല. ഒത്തിരി ലോകസ്നേഹത്തിലും ലോകത്തിലേക്ക് ഇറങ്ങിയവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മധ്യത്തിൽ ആര് വരത്തില്ല? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരത്തില്ല. കർത്താവിൻ്റെ ഷെക്കീന ദൈവസാന്നിധ്യം ഇറങ്ങി വരുവാൻ പഴയ നിയമകാലഘട്ടത്തിൽ നമുക്കറിയാമല്ലോ. ആ അതിപരിശുദ്ധ സ്ഥലം എത്രത്തോളം, അതിന് ആ സമാപന കൂടാരമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതെങ്ങനെ അവർ ഒരുക്കി, അതെങ്ങനെ അത് കാത്തു സൂക്ഷിച്ചു. അതിനുവേണ്ടി വ്രതമെടുത്ത് ജീവിക്കുന്ന ലേവ്യ ഗോത്രം, ആ ലേവ്യ ഗോത്രത്തിലും ഓരോ കുടുംബങ്ങളെയാണ് ഓരോ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നത്. അതിൻ്റെ കൊളുത്തുകളിടാനും അത് അഴിക്കുവാനും ഡീഅസംബ്ലി ചെയ്യുവാനും, അത് അസംബ്ലി ചെയ്യുവാൻ വേറെ കൂട്ടം, അത് ചുമ്മാൻ വേറൊരു കൂട്ടം. ഇത് ഒരു പാളയം മാറ്റുമ്പോൾ എന്ത് ചെയ്യണം? ഈ ആലയവും അല്ലെങ്കിൽ ടെമ്പററി ആലയമാകുന്ന സമാപന കൂടാരവും മാറ്റി അടുത്തൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെ ഓരോ വിഷയത്തിൽ, ദൈവവേലയുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ വിഷയത്തിൽ ലേവ്യ ഗോത്രത്തിലെ ഓരോ കുടുംബങ്ങൾക്ക് തലമുറയായിട്ട് വിശ്വസ്തയോടുകൂടി അവരാ കാര്യം ചെയ്യുകയും വിശുദ്ധിയോടുകൂടി തൻ്റെ പാപത്തിനു വേണ്ടി ആദ്യം ക്ഷമ ചോദിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധിയോടുകൂടി അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുകയും ചെയ്യുമ്പോഴാണ്, മഹാപുരോഹിതൻ പ്രവേശിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ ഷെക്കീന ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്നത്. ആ ശക്തിക്ക് വല്ല കുറവ് വന്നിട്ടുണ്ടോ? ആ വിശുദ്ധിക്ക് വല്ല കുറവ് വന്നിട്ടുണ്ടോ? സ്തോത്രം. കർത്താവ് ഒരു ഇച്ചിരി കൃപ ചെയ്തു എന്ന് മാത്രം. ഇച്ചിരി വിട്ടുവീഴ്ചകൾ, ഇച്ചിരി പ്രിവിലേജസ്, ഇച്ചിരി വിട്ടുവീഴ്ചകൾ പാപത്തിൻ്റെ വിഷയത്തിലല്ല. സ്തോത്രം. അത് അന്ന് ഒരു സ്ഥലത്തായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ഹൃദയത്തിലാണ്. അതുകൊണ്ട് ഈ ഹൃദയം വിശുദ്ധിയോടുകൂടി സൂക്ഷിക്കാതെ ദൈവസാന്നിധ്യം ഇറങ്ങി വരത്തില്ല. ദൈവസാന്നിധ്യം ഇറങ്ങി വരുമ്പോഴാണ് നമുക്കൊരു ധൈര്യം വരുന്നത്, ജ്ഞാനം വരുന്നത്, പരിജ്ഞാനം വരുന്നത്. ഇതിനൊന്നും പരിജ്ഞാനത്തിന് സ്കൂളുണ്ടോ? ഞാൻ എത്ര പഠിപ്പിക്കുന്നവരെ, എത്ര ജ്ഞാനമുള്ളവരെ, PG, MPhil, PhD ഒക്കെ ഉള്ളവരെ പരിജ്ഞാനമില്ലാതെ കണ്ടിട്ടുണ്ടെന്നറിയാം. ബാക്കി എല്ലാം ഉണ്ട്, പഠിത്തമുണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്, ജോലിയുണ്ട്, വലിയ സ്ഥാനമുണ്ട്, പരിജ്ഞാനമില്ല. ഇത് എവിടെ വരത്തുള്ളൂ? ആ ജ്ഞാനവും പരിജ്ഞാനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ധൈര്യം, എത്ര ധൈര്യമുണ്ടെങ്കിലും ഗോലിയാത്തിന് മുമ്പിൽ നിൽക്കാൻ ആ ഇസ്രയേലിലുള്ള ദാവീദൊന്നും അല്ല ധൈര്യശാലി. ആരാ പറഞ്ഞത് ദാവീദാശാലി? ദാവീദ് വെറും ബാലൻ. അതും തൻ്റെ ജോലി എന്തുവാ? പട്ടാളത്തിലല്ല, ആടിനെ നോക്കുന്ന ജോലി. ശരിക്കും പട്ടാളത്തിലുള്ള തൻ്റെ ജയജ്യേഷ്ഠന്മാരും എത്ര ധൈര്യമുള്ളവരും അഭ്യാസികളും. ഒരു രാജ്യമാണ്, നിങ്ങൾ മനസ്സിലാക്കണം. ലക്ഷക്കണക്കിനുള്ള ഇസ്രായേലിൻ്റെ മധ്യത്തിൽ ഈ കല്ലും കൊണ്ട് നടക്കുന്ന ഈ ഉണ്ടല്ലോ ആ സ്ലിംഗ് ഷോട്ട്, അല്ലെങ്കിൽ അതും കൊണ്ട് നടക്കുന്ന ദാവീദൊന്നും അല്ല ധൈര്യശാലി. സ്തോത്രം. പക്ഷെ ദൈവത്തിൻ്റെ അഭിഷേകം ഒരാളുടെ മേൽ വരുമ്പോൾ ആ ഗർജിക്കുന്ന മനുഷ്യനെ 7 അടിക്കാരനായിട്ടോ 9 അടിക്കാരനായിട്ടോ ഒന്നും അല്ല കണ്ടത്. അയാളെ ഒരു ജയൻ്റായിട്ടോ എന്നെ അങ്ങോട്ട് ഞെരുക്കി, എൻ്റെ റിബ്സ് ഉൾപ്പെടെ കഴുത്തുൾപ്പെടെ പെരുമ്പാമ്പൊക്കെ ഞെരുക്കുന്ന പോലെ അങ്ങനെയൊന്നും അല്ല ഗോലിയാത്തിനെ കണ്ടത്. അഭിഷേകം വരുമ്പോൾ ഒരാൾ നോക്കുന്നത് അങ്ങനെ, എൻ്റെ ദൈവത്തിനെ വെല്ലുവിളിക്കാറായോടാ. ഈ വെല്ലുവിളി നിമിത്തം അഭിഷേകമില്ലാത്ത ഇസ്രായേൽ മുഴുവൻ ക്ഷീണിച്ചിരിക്കുന്നു, അവർ ഭയന്നിരിക്കുന്നു. ദൈവജനത്തെ ഭയപ്പെടുത്താൻ നീ ആയോടാ? നീ വലിയവനായ ദൈവത്തെ ചോദ്യം ചെയ്യാനായോടാ? എൻ്റെ അപ്പനെ നീ എൻ്റെ അപ്പനെ പറഞ്ഞ പോലാണ്. അപ്പനെ വിളിക്കുവാൻ, തന്തയ്ക്ക് വിളിക്കുവാന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അപ്പനെ നീ വിളിക്കാറായോടാ? സ്തോത്രം. അഭിഷേകം വരുമ്പോൾ അതൊരു ആത്മീയ പോരാട്ടമാണ്. അതിൻ്റെ അകത്ത് വേറെ ഒന്നും താൻ ചിന്തിച്ചില്ല.
താൻ അവിടെ ചെന്ന് ഏതെങ്കിലും രീതിയിൽ ആ എറിഞ്ഞ കല്ല് അവിടെ കൊണ്ടില്ലെങ്കിൽ അവൻ പിന്നെ എന്നെ വെറുതെ വിടുമോ? ഒരു പിടി പിടിച്ചാൽ പിന്നെ എനിക്ക് പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? ബുദ്ധിയിലൊന്നും ചിന്തിച്ചില്ല. ദൈവമക്കളെ, അഭിഷേകം വരുമ്പോൾ അതിൻ്റെ അകത്ത് ധൈര്യമുണ്ട്. അഭിഷേകം വരുമ്പോൾ അതിൻ്റെ അകത്ത് ഉന്നമുണ്ട്. ആ ചെയ്യേണ്ട കാര്യങ്ങൾ നല്ല സ്കിൽഡായിട്ട് താൻ ചെയ്തു. അതല്ലേ അവിടെ നമ്മൾ കാണുന്നത്. ഒറ്റ ഏറിന് എന്ത് ചെയ്തു? സ്തോത്രം. അപ്പോൾ അഭിഷേകത്തിൻ്റെ അകത്ത് എന്തുണ്ട്? നമ്മൾ ചെയ്യേണ്ട ജോലികൾക്കുള്ള സ്കില്ലുണ്ട്, അതിനുള്ള ജ്ഞാനമുണ്ട്, അതിനുള്ള മറ്റുള്ളവരോട് സംസാരിക്കുവാനുള്ള ഭാഷയുണ്ട്, വൊക്കാബുലറി ഉണ്ട്. ലോകത്തിന് ജ്ഞാനത്തിനും ലോകത്തിൻ്റെ ട്രെയിനിങ്ങിനും കഴിയാത്തതെല്ലാം ഈ അഭിഷേകത്തിൻ്റെ അകത്തുണ്ട്. വിശ്വസിക്കുന്നു ദൈവമക്കളെ? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ആത്മനിറവും അത് അല്പം പോരാ, അതിൽ വർദ്ധിച്ചു വരണം. അതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്താണെന്നറിയാം? എനിക്ക് സഹോദര സ്നേഹമില്ല. എൻ്റെ കൂട്ടു സഹോദരനെ സ്വന്തം പോലെ എനിക്ക് കാണുവാൻ കഴിയുന്നില്ല. ഞാൻ ഇരുന്ന് അഭിഷേകം തരണമേ, അഭിഷേകം തരണമേ, അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഒന്നും നടക്കാൻ പോകുന്നില്ല. ചിലരൊക്കെ ഇങ്ങനെ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ദൈവദാസൻ ഒരു പാസ്റ്റേഴ്സ് മീറ്റിങ്ങിനൊക്കെ ഈ അഭിഷേകം കൊടുക്കുന്ന ചില സ്പെഷ്യലിസ്റ്റ് ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. കുറേ നാളായിട്ടുണ്ട്, ഇങ്ങനെ മാർക്കറ്റിലുണ്ട്. അപ്പം അവർ അങ്ങനെ വല്ലതും ഉണ്ടോ? ബൈബിൾ നമുക്കതിന് പ്രമാണമുണ്ടോ? ഒന്നുമില്ല. അപ്പം അങ്ങനെയുള്ളവരെ സ്ഥിരം അങ്ങനെ എനിക്കറിയാവുന്ന ഒരു ദേവദാസനുണ്ട്. പുള്ളി ചെയ്യുന്ന പരിപാടി എന്തോന്നറിയാം? എനിക്കറിയാം എൻ്റെ അതിലൊക്കെ കാരണം. പുള്ളി ചെയ്യുന്നത് വൈറ്റിലോട്ട് അങ്ങോട്ട് എല്ലാവരും ആരാച്ചും പിടിച്ച് കുലുക്കും, വൈറ്റിലോട്ട് കുത്തു വെച്ച് കൊടുക്കും. ഇങ്ങനെയുള്ള പല കലാപരിപാടികളാണ് ചെയ്യുന്നത്. ഈ പുള്ളി ഇന്ത്യയിലെ ഏറ്റവും വലിയ സഭയുടെ ഏറ്റവും പ്രധാന ദൈവദാസന കൗൺസിലുള്ള ആളുമാണ്. ഇപ്പോഴും പുള്ളിയുടെ പരിപാടി അതാ. അഭിഷേകം ഇല്ലാത്ത ആൾക്കാരെ അങ്ങനത്തെ മീറ്റിങ്സിന് വിളിച്ചിട്ട് അഭിഷേകം പ്രാപിക്കാനുള്ള മീറ്റിങ്സിന് പുള്ളി ഇപ്പോഴും സഭകൾ വിളിക്കുന്നുണ്ട്. ഇപ്പോഴും പുള്ളി കലാപരിപാടി ചെയ്യുന്നുണ്ട്. ഈ പുള്ളിയെ ഞങ്ങളുടെ അവിടെ ആന്ധ്രയിൽ ഞാൻ പറഞ്ഞല്ലോ 80 ദൈവദാസന്മാരുടെ മേൽനോട്ടം കർത്താവ് തന്ന് അങ്ങനെ കുറേ വർഷം ഞങ്ങൾ കുടുംബമായിട്ട് ശുശ്രൂഷ ചെയ്ത ഒരു കാലമുണ്ട്. അപ്പോൾ പാസ്റ്റേഴ്സ് മീറ്റിങ്ങിന് ശുശ്രൂഷിക്കും. ഞാനല്ല പുള്ളിയെ വിളിച്ചത്, എനിക്കറിയാം എൻ്റെ അതിലൊക്കെ കാരണം. അവിടുത്തെ വേറൊരു ദൈവദാസൻ, പ്രായമുള്ള ഒരു ദൈവദാസനാണ് ആ പുള്ളിയെ വിളിച്ചത്. പുള്ളി അവിടെ വന്നിട്ട് എൻ്റെ ഒരു സ്നേഹിതനായ തെലുങ്കൻ പാസ്റ്റർ പറയുക, ഈ പാസ്റ്റർ ഞാൻ ആ മീറ്റിങ്ങിലില്ലായിരുന്നു. ഈ പാസ്റ്റർ വന്നിട്ട് ഓരോ പാസ്റ്റർമാരുടെ വയറ്റിൽ കുത്തുക. എനിക്ക് 3-4-5 കുത്തു കൊണ്ടപ്പം ഞാൻ വേദനിച്ച്. കാര്യം ആ മെയിൻ പാസ്റ്റർ നോക്കുക, എൻ്റെ 80 പാസ്റ്റർമാരിൽ എൻ്റെ 10-5-8 പേരെ അഭിഷേകം പ്രാപിച്ചിട്ടുള്ളൂ. ബാക്കി തെലുങ്കരൊന്നും അഭിഷേകം പ്രാപിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് അഭിഷേകം കൊടുക്കാൻ വേണ്ടി കൊണ്ട് ആ പാസ്റ്റർ എന്നോട് ശരിക്കും, ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് സത്യം പറയുവാണ്, ആ പാസ്റ്റർ എന്നോട് ശരിക്കും പറഞ്ഞ കാര്യമാണ്. ഒരു 5-6 കുത്തു കൊണ്ടപ്പോൾ പാസ്റ്റർ ഞാനും പറഞ്ഞു ഒരു ചൂടാപാടാ. ഞാനും അങ്ങ് പറഞ്ഞു കൊടുത്തു. പുള്ളി കുറച്ചു നേരം പറഞ്ഞ് ആഞ്ഞൊക്കെ കൈകൊട്ടി, എല്ലാവർക്കും ഹാപ്പിയായി. ആ ദൈവദാസൻ ഇന്നും അഭിഷേകം പ്രാപിച്ചിട്ടില്ല, ആ കുത്തുകൊണ്ടതല്ലാതെ. ഈ പുള്ളി ഇപ്പോഴും ഈ കലാപരിപാടി ഇറക്കുന്നുണ്ട്, ഇപ്പോഴും കൗൺസിൽ മെമ്പറാണ്. ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, ഇതുപോലുള്ള എനിക്ക് വ്യക്തിപരമായി അറിയാം. ഇതുപോലെ ഞാൻ അറിയാത്ത എത്ര കാര്യങ്ങൾ ഫീൽഡിൽ നടക്കുന്നുണ്ട്, സഭകളിൽ നടക്കുന്നുണ്ട്. ഇത് കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ദൈവദാസൻ ഇപ്പോഴും കാണിക്കുന്ന പരിപാടിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിങ്ങനൊന്നും അല്ല അഭിഷേകം പ്രാപിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, വിശുദ്ധിയോടുകൂടി ഒരു കാര്യവും വേണ്ട. ഒരു ദൈവദാസൻ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ദൈവദാസൻ്റെ ശക്തിയും അത് മറ്റുള്ളവർ അഭിഷേകം പ്രാപിക്കുവാൻ അല്ലെങ്കിൽ ഒന്നുകൂടെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരു ദൈവദാസൻ തലയെ കൈവെക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല അഭിഷേകം പ്രാപിക്കുവാൻ. നിങ്ങൾ ആദ്യത്തെ അഭിഷേകം നോക്ക്, അവിടെ ഏതെങ്കിലും ഒരു ദൈവദാസൻ കൈവച്ചോ? അപ്പോസ്തല പ്രവൃത്തിയിൽ കൈവച്ചോ? 2-ാം അധ്യായത്തിലും ഇല്ല. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പൂർണ്ണ ശക്തിയോടുകൂടി ഇറങ്ങി വരും. ആരൊക്കെ അതിനപ്പോൾ ഒരു ദൈവദാസൻ വിചാരിച്ചാലൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഈ പ്രാപിക്കേണ്ട വ്യക്തിയാണ്. കൊടുക്കുന്നത് ദൈവമാണ്, ദൈവദാസനല്ല. പ്രാപിക്കേണ്ടത് ആരാ? നമ്മൾ ഓരോരുത്തരുമാണ്. ഈ ആത്മാവിൻ്റെ നിറവിൽ വർദ്ധിച്ചു വരുമ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പോരായ്മ, നമുക്ക് ഒത്തിരി പോരായ്മകളുണ്ട്. മനുഷ്യരാണ്, ഭയങ്കര കപ്പാസിറ്റി ഉള്ളവരൊന്നുമല്ല, ചിലപ്പം ഒട്ടും കപ്പാസിറ്റി ഉള്ളവരായിരിക്കത്തില്ല. ആ കുറവുകളെല്ലാം നികത്തും ദൈവത്തിൻ്റെ ആത്മാവ്. നമ്മളോട് ഇടപെട്ട ആൾക്കാർ വിചാരിക്കും ആ പഴയ സാംസൺ തന്നെയാണോ, ആ പഴയ വ്യക്തി തന്നെയാണോ എന്ന് വിചാരിക്കുമാറ് നമ്മുടെ വ്യക്തിത്വത്തിന് മാറ്റം വരും. സ്വർഗത്തിൽ ചൊല്ലുമ്പോൾ നമുക്ക് ഓരോരുത്തരോട് ചോദിക്കാം. ഗിദെയോനോട് നിങ്ങൾ ചോദിക്കും, പത്രോസിനോട് നിങ്ങൾ ചോദിക്കും, യോഹന്നാനോട് നിങ്ങൾ ചോദിക്കും. സ്തോത്രം. ശൗലിനോട് നിങ്ങൾ ചോദിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഓരോ വ്യക്തികളോട് നിങ്ങൾ ചോദിക്കുമ്പോൾ, അബ്രഹാമിനോട് നിങ്ങൾ ചോദിക്കുക. ഈ അബ്രഹാം മാറി എബ്രഹാം ആയത് എപ്പോഴാണ്? ദൈവം തന്നെ നിറച്ചപ്പോഴാ. പിന്നെ അബ്രഹാമിൻ്റെ സ്വഭാവമല്ല എബ്രഹാമിന്. ആ സാറായിക്കും എല്ലാം ആ പേര് മാറ്റി, വ്യക്തിത്വം മാറ്റി, അഡ്രസ്സ് മാറ്റി, കൊലത്തൊഴിലും അതിൻ്റെ മേലുള്ള തൻ്റെ കൊലത്തൊഴിൽ എന്തുമായിരുന്നു? വിഗ്രഹങ്ങളെ ഉണ്ടാക്കുക അല്ലേ? ആ തൊഴിലങ്ങ് മാറി. ദൈവമക്കളെ എല്ലാ ഏരിയയിലും പിന്നെ ഒരു മാറ്റമാണ്.
പിന്നെ ആ രാജാക്കന്മാരൊക്കെ ബഹുമാനിച്ചത്. എബ്രഹാമിനെ യാത്ര ചെയ്ത് പോയപ്പോൾ താൻ എവിടെയൊക്കെ പോയി രാജാക്കന്മാരൊക്കെ തന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തത് എപ്പോഴാണ്? ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ഉള്ളിൽ വന്നപ്പോൾ. അവിടെ ഒത്തിരി വേദികൾ നമ്മൾ ഓരോരുത്തരെയും നിർത്തേണ്ടതായിട്ടുണ്ട്. കർത്താവിന് ഒത്തിരി ജ്ഞാനികളുടെ മുമ്പിൽ നമ്മളെ അവരെയൊക്കെ ഉപദേശിക്കുവാൻ, കൗണ്ടർമേൽ കൗൺസിലേഴ്സായിട്ട് അവർക്ക് ആലോചന പകർന്നു കൊടുക്കുവാൻ ദൈവം എന്നെ ഉപയോഗിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇത് വിശ്വസിച്ചും രക്ഷ എങ്ങനെയാണ് നിങ്ങൾ ഏറ്റെടുത്തത്? കാശ് കൊടുത്താണോ? അല്ല. ആരെങ്കിലും പാക്കറ്റായിട്ട് തന്നാണോ? അല്ല. വിശ്വാസത്താലാണ് രക്ഷ, അല്ലേ? വിശ്വസിച്ചിട്ടല്ലേ ഏറ്റു പറഞ്ഞത്? സ്തോത്രമേ. എന്ന് പറഞ്ഞ പോലെ അഭിഷേകവും ശുശ്രൂഷയും ജ്ഞാനവും എല്ലാം നമ്മളെങ്ങനെ വിശ്വാസത്താൽ നമ്മൾ ഏറ്റെടുത്ത് നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അത് ദൈവനാമ മഹത്വത്തിനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ താലന്തുകൾക്കും ശുശ്രൂഷകൾക്കും ഒരു വർധന വരും. അത് നിശ്ചയം. അല്ലല്ലേ? അതുകൊണ്ട് ഇവിടെ നമ്മൾ കണ്ടു, ഇവിടെ വർദ്ധിക്കാൻ എന്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ഇതെല്ലാം അടിസ്ഥാനം ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം ഇല്ലാതെ ഞാൻ ഏത് ശുശ്രൂഷ ചെയ്യാൻ നോക്കിയാലും ഒന്നും വിജയിക്കത്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ദൈവസ്നേഹം. അവിടെ ദൈവസ്നേഹത്തിൽ വർദ്ധിച്ചു വരിക. 10ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഐ ഏർജ് യു. വീണ്ടും ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുക, നിർബന്ധിക്കുക, റിക്വസ്റ്റ് ചെയ്യുക. പ്ലീസ്, ദൈവസ്നേഹത്തിൽ സഹോദരങ്ങൾ എന്ത് ചെയ്യണം? ഈ 11ാമത്തെ വാക്യത്തിൽ അതാ നമ്മൾ അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയോട് പറഞ്ഞു, വർദ്ധിച്ചു വരിക. 12ഉം 13ഉം അടുത്തൊരു വിഷയമാണ്, നമുക്ക് ചിന്തിക്കാം. ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങി പാർപ്പാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണം എന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇവിടെ നമ്മൾ കണ്ടു എല്ലാ റിലേഷൻഷിപ്സും ലോകവുമായിട്ടുള്ള ബന്ധവും ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലായിക്കോണം. അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിനൊക്കെ എന്ത് വരണം? ഒരു മാറ്റം വരണം. പണ്ട് നമ്മൾ ഈ മനുഷ്യനെല്ലാം ഉള്ള ഒരു സ്വഭാവമാണ് കള്ള സ്വഭാവം. ഈ കള്ളത്തരം എങ്ങനെയുണ്ട്? അമ്മമാരിവിടെ ഇരിപ്പുണ്ട്, അപ്പന്മാരിപ്പുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ ആരെങ്കിലും പഠിപ്പിക്കണം. ഞാൻ വിചാരിച്ചു എൻ്റെ ഏറ്റവും 2 ഇളയങ്ങൾ അവർ മൂത്തവരെ പോലെ ആയിരിക്കത്തില്ല, വ്യത്യസ്തരായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. എവിടെ മൂത്തവർ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അവർ ഓരോരുത്തരുടെ നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ മാറ്റുന്നത്. ഈ കൊച്ചു പിള്ളേർ പെട്ടെന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. എടുത്തോടാ പുറമോട്ട് പിടിച്ചിട്ട് പറയും, ഇല്ല ഞാൻ എടുത്തില്ല. സ്ഥിരം കഴിച്ചോ? നീ ചോദിക്കാതെ അത് കഴിച്ചോ? ഞാൻ കഴിച്ചിട്ടില്ല. ഇത് പാത്തു വെക്കാനും ഇങ്ങനെ കള്ളത്തരം പറയാനും ഈ വിളച്ചിൽ എപ്പം തുടങ്ങുന്നതാ? ചെറിയ ഈ ജഡത്തിൽ ഈ പാപം ഉള്ളതുകൊണ്ട് ഈ വിളച്ചിലുകൾ ഇങ്ങനെ തുടങ്ങി വരും. ഇവിടെ എഴുതിയിരിക്കുക ഇവരുടെ ഓരോ പാരമ്പര്യ സ്വഭാവമുണ്ട്. അതിൽ തെസ്സലോനിക്ക സഭ ദൈവനാമം മഹത്വപ്പെടുവാൻ കഴിയാത്ത ഓരോ ഏരിയകൾ കർത്താവ് ഇങ്ങനെ സ്കാൻ ചെയ്ത് പോകുമ്പോൾ കുറവുള്ള ഭാഗങ്ങളെല്ലാം അങ്ങനെയല്ല. നമ്മുടെ CT സ്കാനും ഫുൾ ബോഡി സ്കാനും അൾട്രാസൗണ്ട് സ്കാനും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ എന്തുവാ കാണുന്നത്? കുടലിൻ്റെ അകത്തോട് എൻഡോസ്കോപ്പിക് ക്യാമറയൊക്കെ കടത്തി വിടുമ്പോൾ എന്തുവാ കാണുന്നത്? കുറവുള്ള ഏരിയ ഉണ്ടെങ്കിൽ, ക്ഷീണമുള്ള ഏരിയ ഉണ്ടെങ്കിൽ, ട്യൂമറോ പഴുപ്പോ അവിടെ എവിടെയെങ്കിൽ മാംസത്തിൻ്റെ ഗ്രോത്തോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരുന്ന പോലെ ഓരോ ഏരിയയിൽ വിശുദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുക തെസ്സലോനിക്ക സഭയും നമ്മുടെ കൂട്ട് തന്നെ. പക്ഷെ വീണ്ടും പരിശുദ്ധാത്മാവ് സ്കാൻ ചെയ്യുമ്പോൾ ഒരു വലിയൊരു വിഷയമുണ്ട്. അതാണ് ഇവിടെ 12ഉം 13ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. മറ്റുള്ളവരുടെ വിഷയത്തിൻ്റെ അകത്ത് ഇടപെട്ട് നടക്കുക, അവനവൻ്റെ പണി ചെയ്യുന്നില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് സഭയിൽ ഈ കൂട്ടം ആൾക്കാരോട്, എല്ലാവരും അങ്ങനെ ആണെന്നല്ല, പക്ഷേ ഈ കൂട്ടം ആൾക്കാരോട് പറയുക, നീ മറ്റുള്ളവൻ്റെ പണിയും നോക്കി നടക്കാതെ നിന്നെ ഏൽപ്പിച്ചൊരു പണിയുണ്ട്, അത് ചെയ്യുക. മടിയന്മാരല്ലാതിരിക്കുക, ഇല്ലേ? അതല്ല നമ്മൾ കാണുന്നത്. മടിയില്ലാതെ സ്വന്തം കൈകൊണ്ട് വേല ചെയ്ത് വേല ചെയ്തില്ലെങ്കിൽ. ഇന്നലെ ഒരു വ്യക്തി വന്നു, വളരെ മദ്യപിച്ചാണ് വന്ന് ഒരു ഉച്ച സമയത്ത് വന്നു. തനിക്ക് ആഹാരം വേണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിൽക്കുക, ഞാൻ വരും, ആഹാരമായി കാശ്, അതിനുള്ള കാശിനാ പുള്ളി ചോദിച്ചത്. ഞാൻ മദ്യപിച്ചിരിക്കുക, കാശ് തന്നാൽ ഇനിയും പോയി മദ്യപിക്കും. നമ്മൾ കാശ് തരത്തില്ല, ആഹാരം വാങ്ങിച്ചു തരാം. ഞാൻ ആഹാരം വാങ്ങിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പുള്ളിയെ കണ്ടില്ല. പുള്ളിക്ക് ആഹാരമല്ല വേണ്ടത്, എന്തോ വേണ്ടത്. ഒത്തിരി ഉപദേശിച്ചു, തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു, പിശാചിനെയൊക്കെ ശാസിച്ചു. കർത്താവ് കൃപ കൊടുക്കണമേ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ആ റൂട്ടിൽ കൂടെ ഇങ്ങനെ പോയി അപ്പോൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു. വസ്തു ഉള്ള ഈ നോർത്ത് ജനതാ റോഡിൽ തന്നെ, തൊട്ടടുത്ത റോഡിൽ തന്നെ ഇപ്പോഴും വസ്തു ഉണ്ട് അവർക്ക്. അത് കേസിൽ കിടക്കും. അതിലൊക്കെ ബന്ധക്കാരോ കുടുംബക്കാരോ കേസിൽ കിടക്കും. ഇവിടെ അമ്മ രാവിലെ 2 ബാഗ് 2 തോളയിലും ഇട്ടുകൊണ്ട് ഞാൻ കോടതിയിൽ പോവാം, കേസ് കൊടുക്കാൻ പോകാമെന്ന് ഒരു വട്ടായിപ്പോയി ആ പുള്ളിക്കാരത്തി ഇങ്ങനെ വർഷങ്ങളായിട്ട് റോട്ടിൽ കൂടെ നടക്കും. ഞാൻ കേസ് കൊടുക്കാൻ പോകാമെന്ന് പറഞ്ഞ് നടക്കും. അമ്മയും കഴിക്കുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല. ഇവനത് അതാ ഇന്നലെ ഇവിടെ പറഞ്ഞു, അമ്മയ്ക്ക് ചോറ് വാങ്ങിച്ചു കൊടുക്കണം. അതിന് ഞാൻ വാങ്ങിച്ചു തരാം. അപ്പോൾ ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആളെ കണ്ടില്ല. തിരിച്ചു വന്നവിടെ എല്ലാം ഞാൻ റോട്ടിൽ നോക്കി ആളെ കണ്ടില്ല.
പുള്ളി ആ പേരും പറഞ്ഞിട്ട് ഓരോ വണ്ടി പലവട്ടം എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ ടൂ വീലർ പോകുമ്പോൾ ഇങ്ങനെ കൈ കാണിച്ച് നിർത്തിയിട്ട് ഞങ്ങളുടെ ആ റൂട്ടിൽ നിർത്തിയിട്ട് ഇങ്ങനെ കാശ് ചോദിക്കുന്നുണ്ട്. ഈ റോഡുകളിലെല്ലാം ഇതാ പരിപാടി. പണിയെടുത്തില്ലെങ്കിലും വിശക്കുമ്പോൾ നമ്മൾ അറിയാതെ എന്തു ചെയ്യും, ആരെങ്കിലോട് ചോദിച്ചു പോവും. അപ്പോൾ ഈ പണിയൊക്കെ ദൈവമക്കളുടെ ഇടയ്ക്ക് ഇവിടെയുള്ള മനുഷ്യർ വേറെ ദൈവമക്കളോട് ചോദിക്കുന്നതിനേക്കാൾ നാണംകേടാണ് അറിയാതെ എന്ത് ചെയ്യും. ദൈവമക്കളോട് ചോദിച്ച് സഭയിൽ എല്ലാവരോടും ചോദിച്ച്, ചില ആൾക്കാരുണ്ട് ഇത് തന്നെയാണ് പരിപാടി, സഭയിൽ എല്ലാവരോടും ചോദിച്ച് റോൾ ചെയ്ത് നിൽക്കും. പിന്നെ സഭക്കാർ കൊടുക്കാതാകുമ്പോൾ പിന്നെ എന്ത് ചെയ്യും, പുറത്തുള്ളവരോട് ചോദിക്കാൻ തുടങ്ങും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിരിക്കുക, പണിയെടുത്ത് ജീവിക്കണം, അതാണ് അഭിമാനം. ഈ പണിയെടുത്ത് ജീവിച്ചില്ല, അവനോൻ്റെ കാര്യം നോക്കിയില്ല, നാണംകേട് നിൻ്റെ കുടുംബത്തിനല്ല, നീ ഇപ്പം ആരുടെ പൈതലാണ്, നീ ഇപ്പം ഏത് കുടുംബത്തിലേക്ക് വന്നു, നീ കർത്താവിൻ്റെ പൈതലായിട്ട് നാണംകേട് ആർക്കാ, കർത്താവിനാ. അതുകൊണ്ട് പണിയെടുത്ത് ജീവിക്കണം. മടി അല്ലെങ്കിൽ മടിയന്മാരോട് ഒരു സോഫ്റ്റ് കോർണറും, കർത്താവേ എനിക്ക് സൗഖ്യം പ്രാപിക്കാനുള്ള ആരും എന്നെ എടുത്ത് അതിനകത്തോട്ട് ഇടുന്നില്ല, കുളത്തിൻ്റെ അകത്തോട്ട്. ആ കുളത്തിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് താൻ പറഞ്ഞ് എന്തൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞു നോക്കി, ഞാൻ ഇത്ര വർഷമായി ഇങ്ങനെ എന്നെ ഇടേണ്ടവർ ഇടുന്നില്ല, അത് കലക്കുന്നതിന് മുമ്പേ എൻ്റെ മുമ്പിൽ ഒരാൾ ചാടും. ഓരോ എക്സ്ക്യൂസ്. നിനക്ക് മനസ്സുണ്ടോ സൗഖ്യം പ്രാപിക്കാൻ? എന്തുണ്ട് നിനക്ക് ഈ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ? നിനക്ക് നമ്മുടെ എക്സ്ക്യൂസുകളൊക്കെ പറയുമ്പോൾ ചിലവ് കൂടുതലാ, കർത്താവേ എനിക്ക് അങ്ങനെ പറ്റുന്നില്ല. നിനക്ക് മനസ്സുണ്ടോ ആ ചിലവിൻ്റെ അകത്ത് ജീവിക്കാനുള്ള ജ്ഞാനം ആര് തരും? കയ്യിലുള്ള കാശെല്ലാം തീർത്തിട്ട് പിന്നെ കാശ് തീർന്നു എന്ന് പറഞ്ഞ് അതല്ല സ്തോത്രം. ആ ചാൻസ് നമ്മളെ നടത്തുന്നത് പോലെ ആ നടത്തിപ്പെന്നൊക്കെ പറഞ്ഞാൽ അതിന് എത്ര മധുരമാണെന്നറിയാം. ഏലിയാവിനൊക്കെ എങ്ങനെയാണ് കർത്താവ് കൊടുത്ത? കാക്കയെ കൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? താൻ ആയിരിക്കുന്ന സ്ഥലത്ത് കൊടുത്ത് ഈ ദൈവത്തിൻ്റെ നടത്തിപ്പൊന്ന് അനുഭവിച്ചറിയേണ്ട ദൈവമക്കളെ. നമ്മളെല്ലാം അങ്ങനെ കർത്താവ് എന്നെ നടത്തുന്നത് പോലെ അതിനുള്ള ജ്ഞാനം, അതിനുള്ള കൃപ, അതിനുള്ള ശക്തി കർത്താവ് തരും. സ്തോത്രം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു മടിയൻ മറ്റുള്ളവർക്കൂടെ എന്തുവാ, ഒരു ഭാരമാണ് ഇല്ലേ? സഭയിൽ ഇപ്പോൾ ഒരാൾ ജോലി ചെയ്യുന്നില്ല, മറ്റുള്ളവർ ചോദിക്കുന്നു. അവരുടെ കുടുംബകാര്യങ്ങൾ തന്നെ കഷ്ടിച്ച് പോകുമ്പോൾ ഒരാൾ ചോദിച്ച നിമിത്തം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അപ്പം മറ്റുള്ളവർക്കൂട് മടിയൻ എന്തായി ഒരു ഭാരവുമാണ്. പുറത്തുള്ളവരോട് ചോദിച്ചാൽ ദൈവനാമം ദുഷിപ്പിക്കുന്ന അനുഭവമുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്ന മടി ഒട്ടും കർത്താവ് അങ്ങനെയുള്ള ഒരാളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാ പ്രവർത്തിക്കത്തൂല, ദൈവനാമം ദുഷിപ്പിക്കത്തേ ഉള്ളൂ. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഞാനൊരിക്കൽ നിങ്ങളോട് ഓർപ്പിച്ചല്ലോ, ബൈബിളിൻ്റെ അകത്ത് എൻ്റെ സഭയിൽ ഒരു ചെറുപ്പക്കാരൻ, തനിക്ക് അല്പം മടിയൊക്കെ ഉണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ ഓർപ്പിച്ചു ഇത് മാറ്റിയല്ലേ പറ്റൂ എന്ന് ഓർപ്പിച്ചപ്പോൾ കോഴ്സൊക്കെ കഴിഞ്ഞു, ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ജോലിക്ക് പോകാനൊരു മടി. അപ്പം താൻ എന്നോട് ആദ്യമായിട്ട് ഈ വിഷയം ചോദിക്കുന്നത്, അപ്പം ഞാൻ വർഷങ്ങളായി ശുശ്രൂഷിക്കുക, താൻ എന്നോട് ഈ ലേസി അതിനുള്ള വാക്യങ്ങളുണ്ടോ പാസ്റ്റർ എന്ന് പറഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചപ്പോഴാണ് ഞാനും ഇന്ന് അടുത്ത ദിവസത്തെ വൈകിട്ടത്തെ അന്ന് ഞങ്ങൾക്ക് എല്ലാ ദിവസവും വൈകിട്ട് മീറ്റിങ്സും ബൈബിൾ ക്ലാസ്സും ഉണ്ടായി. അടുത്ത മീറ്റിംഗ് നമുക്കത് ചിന്തിക്കാമെന്ന് പറഞ്ഞ് ഈ ലേസിനെസ്സിനെ പറ്റിയുള്ള വാക്യങ്ങൾ നോക്കിയപ്പോൾ ദൈവമക്കളെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എത്ര വാക്യമാണെന്നറിയാം. അതിൻ്റെ പ്രധാന കാരണം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, നമ്മുടെ ശത്രു ആരാ? നമ്മൾ ജയിക്കേണ്ടത് ആരോടുള്ള പോരാട്ടത്തിലാണ്? കൂട്ടു സഹോദരങ്ങളോടുള്ള പോരാട്ടത്തിലല്ല, അയലോക്കക്കാരോടുള്ള പോരാട്ടത്തിലല്ല. നമ്മൾ ജയിക്കേണ്ടത് പിശാചിനോടാണ്. ഈ പിശാചിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അവൻ 24/7 24 മണിക്കൂറും എല്ലാ ദിവസവും എല്ലാ നേരവും രാപ്പകൽ അവൻ്റെ ജോലി എന്തുവാ? ആരെയൊക്കെ വീഴ്ത്താമോ, ആരെയൊക്കെ പാപത്തിൽ വീഴ്ത്താമോ, ആരെയൊക്കെ മടുപ്പിക്കാമോ, ആരുടെയൊക്കെ ഉള്ളിൽ നിരാശ വരുത്താമോ, പാപം വരുത്താമോ, അവനെ നശിപ്പിച്ച് കളയാം. ആ പണിയിൽ സാത്താൻ രാപ്പകൽ ഉത്സാഹിയാണ്. ഈ ഹാർഡ് വർക്കറിനോട്, ഈ അത്യധ്വാനിയോടാണ് നമ്മൾ പോരിട്ട് ജയിക്കേണ്ടത്. നമ്മുടെ ഈ മടിയും കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ വല്ലതും ജയിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അവനേക്കാൾ സ്തോത്രം അധ്വാനിയായി തീരണം ആര്? ഓരോ ദൈവ പൈതലും. കാര്യം സാത്താനെ ജയിക്കണമെങ്കിൽ ഹല്ലേലൂയ എല്ലാ രീതിയിലും അവനേക്കാൾ മികച്ചതായി തീരണം, ഇല്ലേ? സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ശത്രുവിനെ ജയിക്കണം ഒന്ന്. രണ്ടാമത് നമുക്കറിയാം ഇവിടെ എല്ലാം ഞാൻ ചില വാക്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം റെഫറൻസ് എടുക്കണ്ട, ഓർത്തു വെച്ചോ, ഹല്ലേലൂയ കുറിച്ച് വെക്കുന്നവർ കുറിച്ച് വെച്ചോ. സഭാപ്രസംഗി 10-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുക, ഒരു കുടുംബം, ഒരു വ്യക്തി അവർക്ക് മടി വന്നാൽ ആ കുടുംബം ഇറ്റ് വിൽ ബി ഡീക്കേഡ്, ഇറ്റ് വിൽ ബി ഡിസ്ട്രോയിഡ്, നശിച്ചു പോകും എഴുതിയേക്കുന്നു. ഒരു കുടുംബത്തിന് ഒരു കുടുംബം ഹാർഡ് വർക്കിംഗ് അല്ലെങ്കിൽ ആ കുടുംബം എന്തു ചെയ്യും? അത് നശിച്ചു പോകും. ഇറ്റ് വിൽ ബി ഡീക്കേഡ് എന്ന് എഴുതിയിരിക്കുന്നത്. എബ്രായലേഖനം 6-ാം അധ്യായത്തിൻ്റെ അകത്ത് സ്തോത്രം. അല്ല ഞാൻ പെട്ടെന്ന് പറഞ്ഞങ്ങ് പോവുക. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്ന ഡോണ്ട് ബി ലേസി എന്ന് എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ മടുപ്പില്ലാതെ ഉത്സാഹം പ്രാപിപ്പീൻ.
അപ്പോൾ ഈ ആത്മീയ വിഷയത്തിനും എന്തു ചെയ്യും? ഈ മടി ആത്മീയ വിഷയത്തിനും നമ്മളെ ബാധിക്കും. അതുകൊണ്ട് അല്പം ശരീര അധ്വാനം, അഭ്യാസം, എക്സസൈസൊക്കെ നല്ലതാ എന്ന് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. ഈ മടി നമ്മുടെ ജീവിതത്തിൽ, വ്യക്തിത്വത്തിൽ വന്നാൽ ഇത് എന്തിനേയും ബാധിക്കും? നമ്മുടെ ആത്മീയ വിഷയം. മടിയുടെ നേരെ ഓപ്പോസിറ്റാണ് ഉത്സാഹം, ഇല്ലേ? ഈ ഉത്സാഹം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ ഇരിക്കത്തില്ല അടങ്ങി. നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന പോലെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ അധ്വാനിക്കുമ്പോഴും ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുമ്പോഴാണ് ഒരു മിനിറ്റ് അടങ്ങിയിരിക്കത്തില്ല. അങ്ങനെയുള്ളവർക്ക് മനസ്സിൽ വേറെ ഒന്നും ചിന്തിക്കാൻ സമയമില്ല. അങ്ങനെയുള്ളവർക്ക് ആവശ്യമില്ലാത്ത ഒരു ചിന്തകളും സാത്താൻ കൊണ്ട് ഇടത്തില്ല. അങ്ങനെയുള്ളവർക്ക് ആരോഗ്യം ശരീരത്തിനും മനസ്സിനും കാണും. അപ്പം മടിയുടെ നേരെ ഓപ്പോസിറ്റാണ് ഉത്സാഹം. ഞാൻ ഓർപ്പിച്ച പോലെ എബ്രായലേഖനം 6-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, ഉത്സാഹമുള്ളവരായിപ്പിൻ, മടുപ്പ് കൂടാതെ. അവിടെ എല്ലാം ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ഡോണ്ട് ബി ലേസി, ബി സീലിയസ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഉത്സാഹത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മടി. ഉത്സാഹം ദൈവത്തിൻ്റെ ആത്മാവിലാണ് വരുന്നത്. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഈ ചിലരുണ്ട്, ഇങ്ങനെ അങ്ങിരിക്കും. ഒന്ന് പ്രാർത്ഥിച്ച് എനിക്ക് ഒന്ന് പ്രബോധന സാക്ഷ്യം ആരെങ്കിലും ചെയ്യും പാസ്. അതെന്തോ ആത്മീയ ജീവിതത്തിനൊന്നും എന്തില്ല. രാത്രി വന്ന് ഉറങ്ങുമ്പോൾ തന്നെ കർത്താവേ ആമേൻ. പ്രാർത്ഥനയിലും എന്തില്ല, ക്രിസ്തീയ ജീവിതത്തിനും എന്തില്ല. എനിക്കിത്രയും വിലയേറിയ എൻ്റെ കുടുംബക്കാർക്കും അയൽവക്കക്കാർക്കും എൻ്റെ കൂട്ടുകാർക്കും ഒന്നും കൊടുക്കാത്ത ഒരു രക്ഷയാണ് എനിക്ക് തന്നത്. അതിൻ്റെ ആ രക്ഷയുടെ എൻ്റെ വിളിയുടെ ശ്രേഷ്ഠതയൊന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഉത്സാഹത്തോടുകൂടി കർത്താവിനെ. ആ ദുഷ്ടനും മടിയനും, മത്തായി സുവിശേഷം 25-ാം അധ്യായം നിങ്ങൾ ആ ഉപമയൊക്കെ പഠിക്കുമ്പോൾ ആ ദുഷ്ടനും മടിയനും എന്തുവാ ചെയ്തത്? ആ ജോലി കൊടുത്ത യജമാനന് അവനെ കുറ്റം വിധിക്കുക. ഇത് യജമാനല്ലേ ഈ ജോലി നമുക്ക് ദൈവം അല്ലെങ്കിൽ ഓരോരുത്തരെയും ഉപയോഗിക്കും, അല്ലെങ്കിൽ കർത്താവ് തന്നെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കും. ആ ഏൽപ്പിച്ചവരെയും കുറിച്ച് പഴി പറയുന്നവർ, ആ യജമാനൻ എന്തോ ദുഷ്ടനാണ്. ആ യജമാൻ പറഞ്ഞാൽ പോലും ചെയ്യത്തില്ല. ആ യജമാനനെ കുറേ പള്ളും പറഞ്ഞിട്ട് താൻ മടിയനായി ഒന്നും ചെയ്യാതെ, അല്ലെങ്കിൽ യജമാനന് വേണ്ടി ചെയ്യാതിരുന്നപ്പോൾ ആ യജമാനനെ വിളിച്ചൊരു പേരുണ്ട്. എന്തുവാണ്? മടിയനായെന്ന് മാത്രമല്ല. അപ്പോൾ ഈ മടി ഏതിൽ നിന്നാണ് വരുന്നത്? ഞാനെന്തിന് വേറൊരാളെ സഹായിക്കണം, ഞാനെന്തിന് ചെയ്യണം, എൻ്റെ കാര്യം നോക്കിയാൽ പോരെ. അത് വരുന്നത് ഏതൊരു ചിന്ത. ജാതികൾ പോലും ഇന്നത്തെ കാലത്ത് അങ്ങനെ പറയത്തില്ല. ജാതികൾ പോലും മാറി വരിക മറ്റുള്ളവരെ സഹായിക്കുവാനും മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുവാൻ. അപ്പോഴാണ് പല ദൈവമക്കളും, ഞാൻ എത്ര കേട്ടിട്ടുണ്ടെന്നറിയാം, എത്ര പേരുടെ ഫീഡ്ബാക്ക് ആയിട്ട്, എന്തിന് വേറെ ആളെ നമ്മൾ സഹായിക്കാം? അത് അവർ വേറെ സഭയിലേ അല്ലേ? അവർ ഈ വേറെ സഭയോ വേറെ അല്ലെങ്കിൽ കൂട്ടമോ വല്ലതും ഉണ്ടോ? നമ്മളെ സന്തോഷത്തോടുകൂടിയും കൃപയാൽ നടത്തുന്നത് എന്തിനാണെന്നറിയാൻ, അനേകരെ എൻകറേജ് ചെയ്യാൻ. ഞാനെന്തിന് വേറെ ആളെ സഹായിക്കും, എന്തിന് വേറെ ആളുടെ കാര്യത്തിൽ എനിക്കതുകൊണ്ട് എന്ത് പ്രയോജനം? ഇങ്ങനെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അവൻ്റെ ഹൃദയം എന്തുവാണെന്നറിയാം. നാടൻ ഭാഷയിൽ വല്ലാത്ത ഹൃദയം എന്ന് പറയും. ഞാനത് ആ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല ദൈവസന്ധ്യ. വൃത്തികെട്ടതാണ് ആ ഹൃദയത്തിൻ്റെ അകത്തിരിക്കുന്നത്. ബൈബിൾ ഭാഷയിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത് ദുഷ്ടനും മടിയനുമായ ദാസനെ. ഒന്നിച്ചു പോകുന്ന കാര്യമാണ്. ഈ ദുഷ്ടഹൃദയത്തിൽ നിന്നാണ് പിന്നെ ഈ മടി. ഹൃദയമുള്ളതല്ലേ വാ സംസാരിക്കുന്നതും പ്രവൃത്തിയായിട്ട് പുറത്തു വരുന്നതും ബൈബിൾ പറയുന്നല്ലോ. അപ്പോൾ ഹൃദയത്തിൽ ഈ ദുഷ്ടത കൂടുമ്പോഴാണ് എൻ്റെ കാര്യം മാത്രം ചിന്തിക്കുന്നത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആ ഏരിയയിലെല്ലാം ഒരു ഹീലിംഗ് ഉണ്ടാവും. ആ ദുഷ്ടത മാറും. ആ ദുഷ്ടനും മടിയനുമായ ദാസനോട് പറഞ്ഞത് അവൻ്റെ നിത്യത പോയില്ലേ, അവൻ സ്വർഗത്തിൽ പോവോ? ഇല്ല. ആ ഉപമയെ പറഞ്ഞിട്ടില്ലേ, അന്ധകാരവും പല്ലുകടിയും കരച്ചിലും നിലവിളിയും ഉള്ളിടത്ത് അവനെ കൊണ്ട്, അതൊരു ഉപമയാണ്. ഇത് ഉപമകളെല്ലാം സ്വർഗരാജ്യത്തെപ്പറ്റി പറയുന്ന ഉപമകളാണല്ലോ. അപ്പോൾ ദുഷ്ടനും മടിയനുമായ ദാസനെ ഒരു വാക്യം മാത്രം പെട്ടെന്നൊന്ന് വായിക്കാം. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. റോമൻസ് ചാപ്റ്റർ 12:11. ഇവിടും എഴുതിയിട്ടുണ്ട് ഉത്സാഹത്തിന്. എബ്രായലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ ഇവിടും എഴുതിയിരിക്കുന്ന കർത്താവിനെ നീ സേവിക്കേണ്ടത് എങ്ങനെയാണ്? മടുപ്പില്ലാതെ, ഉത്സാഹത്തോടുകൂടി. അവിടെ എല്ലാം ഇംഗ്ലീഷിൽ ആ ലേസിനെസ്, അല്ലെങ്കിൽ കർത്താവിനെ സേവിക്കേണ്ടത് പോലും ഒരു മടിയില്ലാതെ ഉത്സാഹത്തോടുകൂടി. അതാ നമ്മുടെ കർത്താവിനെ പറ്റി പറയുവാൻ ഉത്സാഹം, വചനം വായിക്കുവാനും അതിൽ നിന്ന് പ്രാപിക്കുവാനും ഉത്സാഹം, പ്രാർത്ഥിക്കുവാൻ ഉത്സാഹം, മീറ്റിങ്ങുകൾക്ക് പോകുവാൻ ഉത്സാഹം, ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഉത്സാഹം, ഓരോ തീരുമാനത്തിന് ധൈര്യമായിട്ട് നിൽക്കുവാൻ ഒരു ഉത്സാഹം. ഉത്സാഹത്തിന് നേരെ ഓപ്പോസിറ്റാണ് ഈ ദുഷ്ടഹൃദയം വന്നു കഴിയുമ്പോൾ എല്ലാത്തിനും മടുപ്പാണ്.
കർത്താവ് നമ്മളെയൊക്കെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഈ ഉത്സാഹത്താൽ നിറയും. നിങ്ങൾ സദൃശവാക്യം എടുക്കേണ്ട, അവിടെ 12-13 വാക്യങ്ങൾ എഴുതിയേക്കുന്നത്. അതിലും കൂടുതലുണ്ട്. കാര്യം ഓരോ വാക്യത്തിൻ്റെ അകത്ത് പല പ്രാവശ്യം വരെ എഴുതിയിട്ടുണ്ട്. അവിടെ മുഴുവനും മടിയൻ ആഹാരം കഴിക്കല്ല, മടിയൻ തിന്നല്ല, അല്ലെങ്കിൽ മടിയനോട് ദൈവം എതിർത്ത് നിൽക്കും, മടി 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 ലേസിനെസ്. അതുകൊണ്ട് ഇതൊരു ഒരു അർബുദം പോലെ, ക്യാൻസർ പോലെ, ഒരു ഉണ്ടല്ലോ, ഒരു ഫംഗസ് പോലെ, ബാക്ടീരിയ പോലെ നമ്മളെ ബാധിക്കുന്ന ഒരു ലോകത്തിൻ്റെ ദുഷ്ട സ്വഭാവമാണ് അത്. ദൈവമക്കളെ ദൈവസഭകളെ എത്ര ദൈവദാസന്മാരാണെന്നറിയാമോ മടിയന്മാരായിട്ടിരിക്കുന്നത്? എത്ര ദൈവദാസന്മാർ എനിക്ക് വ്യക്തിപരമായിട്ടാണ്. എൻ്റെ കൂടെ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയവർ, എന്നേക്കാൾ മുൻപേ ഇറങ്ങിയവർ കർത്താവിൻ്റെ വേല ചെയ്യാതെ മടിയന്മാരായിട്ടിരിക്കുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ എത്ര പേരാണെന്നറിയാം. അവർ എഴുതും, ഒത്തിരി പേർക്ക് എഴുതി സപ്പോർട്ടിന് എഴുതും. ഇവിടെ ഭയങ്കര വേലയാണ് നടക്കുന്നത്. ഒരു ദൈവദാസനെ പറ്റി, ഒറീസ ദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനെ പറ്റി അവിടെ തന്നെയുള്ള വേറെ ദൈവദാസൻ പറഞ്ഞു, എല്ലാവർക്കും സപ്പോർട്ട് എഴുതും, കാണുന്നവർക്ക് എല്ലാവരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കും. അവിടെ ഭയങ്കര പ്രവർത്തനം, റിപ്പോർട്ട് എഴുതാനൊക്കെ വലിയ മിടുക്കർ, അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എന്തെങ്കിലും ഫോട്ടോയും എഴുതി അയക്കും. ആ ദേവദാസൻ പറഞ്ഞത് അവിടെ ഒറീസയിലൊക്കെ ഇച്ചിരി പ്രതികൂലം ഉണ്ടല്ലോ. താൻ കതവ് തുറക്കും, താനും കുടുംബമായിട്ട് വർഷങ്ങളായിട്ട് 10-15 വർഷം 12 വർഷം ആ പറഞ്ഞ സമയത്ത് 10-12 വർഷം അവിടെ താമസിക്കുക. കതവ് തുറക്കും, വെളിയിൽ പോയി പച്ചക്കറിയും സാധനവും വാങ്ങിക്കും, അകത്തിരുന്ന് ആഹാരം കഴിക്കുവാനായിട്ടിരിക്കും. ഒരു മീറ്റിംഗ് നടക്കും. ഞായറാഴ്ച അവരുടെ കുടുംബം മാത്രം അവിടെ നിന്ന് പ്രാർത്ഥിക്കും. റിപ്പോർട്ട് എഴുതുന്നതിലോ ഈ വടക്കിന്ത്യ ചെല്ലണം നിങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ 80 സഭയുടെ ഇൻചാർജ് ആയത് 2005 തൊട്ട് മുൻപോട്ട് ചില വർഷങ്ങൾ. ഞാനും സോഫിയയും കൂടെ ഒക്കെ പലപ്പോഴും, അല്ലെങ്കിൽ ഞാനും വേറെ ദൈവദാസന്മാരോട് ഞങ്ങൾ പറയാതെ അവിടെ ചെല്ലും. അവിടെ ചെല്ലുമ്പോഴാണ് അവിടെ ഒരു സഭാഹോളുമില്ല, ബോർഡുമില്ല, ഒന്നുമില്ല. ഒരു സഭാഹോളിൻ്റെ അകത്ത് ഞങ്ങൾ ചെന്നപ്പോൾ ഒരു സൈഡിൽ ഒന്നും അവിടെ നിന്ന് ആരും ഇന്നേവരെ ഇരുന്നിട്ടില്ല. മണലിങ്ങനെ കൂട്ടിയിട്ടേക്കും. പല സഭാഹോളിൽ ചെല്ലുമ്പോൾ അവിടെ വേറെ സഭാഹോളിൻ്റെ ബോർഡ് വെച്ചേക്കുന്നത്. കാര്യം എല്ലാ പ്രസ്ഥാനത്തിൻ്റെയും ബോർഡ് വെക്കും. എന്നിട്ട് അവരുടെ കയ്യിൽ ഈ നേരത്തെ പറഞ്ഞിട്ട് പോകുമ്പോൾ ആരാ പറഞ്ഞിട്ട് പോകുന്നത് അവരുടെ ബോർഡ് കൊണ്ടുവെക്കും. അവരുടെ ഒക്കെ പാസ്റ്റേഴ്സ് മീറ്റിങ്ങിന് പോയി ഒരു മന്ത്ലി സപ്പോർട്ട് വാങ്ങിച്ചുകൊണ്ട് വരും. ഇതൊക്കെ എത്ര ദൈവദാസന്മാരോട് ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ടെന്നറിയാം. സഭാഹോൾ പല ആക്ടിവിറ്റീസാണ് വേറെ നടക്കുന്നത്. സഭാഹോളിൽ അവിടുത്തെ ആരാധന നടക്കത്തില്ല. നിങ്ങൾ ഈ വടക്കിന്ത്യയിൽ കാണുന്ന ഭയങ്കര പ്രവർത്തനം എന്ന് പറയുന്ന ഓരോരുത്തരോടൊന്ന് ഇറങ്ങി ചെല്ലണം, ഗ്രാമങ്ങളിൽ ചെല്ലണം. എത്ര ദൈവദാസന്മാരാണെന്നറിയാം. അവർ വേറെ ജോലികളൊക്കെ ചെയ്യുന്നത്. പലരും സ്കൂൾ ടീച്ചേഴ്സായിട്ടൊക്കെ പഠിപ്പിക്കുക, പല ജോലികളാണ് ചെയ്യുന്നത്. ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്യുവാൻ ജോലി ചെയ്യുന്നതുകൊണ്ട് തെറ്റുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത് നിമിത്തം ശുശ്രൂഷ ചെയ്യാതിരുന്നാൽ, വിളി ചെയ്യാത്ത ആഹാരത്തിനെ സപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും ജോലി ചെയ്തു, അതിനകത്ത് തെറ്റില്ല. അവർ വടക്കിന്ത്യയിലൊക്കെ അങ്ങനെയൊക്കെയാണ് നിൽക്കാൻ പറ്റത്തുള്ളൂ. അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അവസാനം ശുശ്രൂഷ ദൈവം വിളിക്ക് ഉത്സാഹമില്ലാതിരുന്നു കഴിഞ്ഞാൽ, ദൈവമക്കളെ കർത്താവിൻ്റെ വേല ചെയ്യാൻ പോലും മടിയിട്ട്, ഇതൊരു ദുഷ്ടഹൃദയമാണല്ലോ. മടിയിട്ടിട്ട് അത് പറ്റാതെ, എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഈ ദേശത്ത് പറ്റത്തില്ല, ഇങ്ങനെ ഒത്തിരി എക്സ്ക്യൂസ് പറഞ്ഞിരിക്കുന്ന ദൈവദാസന്മാരെയും സുശേഷകരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങൾ മടി നിമിത്തം, ദുഷ്ടഹൃദയം നിമിത്തം, ആത്മീയ ജീവിതത്തിനും ഉത്സാഹമില്ലാത്ത വരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മുൻപോട്ട് പെട്ടെന്ന് നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. ഈ 2 വാക്യം വെച്ച ഓരോ വിഷയങ്ങളാണ്, അത് വേറെ വിഷയങ്ങൾ, അതുകൊണ്ടാണ് നമ്മൾ വായിച്ചു പോകുന്നത്. 13-14. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. 14 വായിച്ചോ. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവ് ഉപദേശിച്ചപ്പോൾ അവർ മനസ്സിലാക്കിയ ഇങ്ങനാണ്, കർത്താവ് പോയി മരിച്ചു, എഴുന്നേറ്റ് പുനരുദ്ധാനം പ്രാപിച്ചു പോയി, നിങ്ങളും ജീവനോട് ഇരിക്കുമ്പോൾ എന്നാണ് അവർ വിചാരിച്ചത്. ഞങ്ങൾ ആരും മരിക്കത്തില്ല, ഞങ്ങൾ ഈ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്, അധികം നാളെടുക്കത്തില്ല, ചില ആഴ്ചകളോ ചില മാസങ്ങൾ കഴിയുമ്പോൾ എൻ്റെ കർത്താവ് എന്ത് ചെയ്യും, തിരിച്ച് രാജാവായിട്ടിങ്ങ് വരും എന്ന് വിചാരിച്ചവരിക്കുമ്പോൾ സഭ ആ ഒരു വിചാരത്തിലാണല്ലോ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ തുടക്കത്തിൽ കാണുമ്പോൾ അവരവരുടെ സ്വന്തം കാര്യങ്ങൾ പോലും എന്ത് ചെയ്തു, വിറ്റ് സഭയ്ക്ക് കൊടുക്കുകയും ഒന്നിച്ച് ആക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ പെട്ടെന്ന് കർത്താവിൻ്റെ വരവ് ഏറ്റവും പെട്ടെന്നാണെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിയ സഭയുടെ മധ്യത്തിൽ കാലം മുൻപോട്ട് പോയപ്പോൾ ഓരോരുത്തർ പ്രായം ചെന്നിട്ട് മരിക്കുവാൻ തുടങ്ങി. മരിച്ചവർ ലോകത്തിൽ നിന്ന് മാറ്റും. ഇവർക്കൊരു പേടി, യെരുശലേമിലെ സഭയ്ക്കും ഉണ്ടായിരുന്നു ആ പേടി. ഇവർക്കൊരു പേടി, ഇനി മരിച്ച് ജീവനോടിരിക്കുന്നവർ മാത്രമേ പോകത്തുള്ളൂ, മരിച്ചവരെന്ത് ചെയ്യത്തില്ലേ, പോകത്തില്ലയോ എന്നൊരു ഭയം. അതെല്ലാ സഭകളിലും ഉണ്ട്. അത് എബ്രായർ ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ തെസ്സലോനിക്കർ സഭയിലും അങ്ങനെ ഒരു ചിന്ത. കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കൂട്ടൊരു പ്രിൻ്റഡ് ബൈബിൾ അവർക്കില്ല. അവർക്ക് മറുപടി കൊടുത്ത ഇതാണ് ഇന്ന് നമുക്ക് പ്രമാണമായിട്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ നമുക്കും വരാം ഡൗട്ട്. അയ്യോ, നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും അല്ലെങ്കിൽ നമ്മുടെ പ്രായമുള്ളവർ മരിച്ചു,
അവർ ജീവനോടിരുന്നാലല്ലേ കാഹളമൂന്ന ശബ്ദം കേൾക്കാൻ കഴിയത്തുള്ളൂ, ജീവനോടിരുന്നാലല്ലേ അവർക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ചേരുവാൻ കഴിയത്തുള്ളൂ എന്ന് വിചാരിച്ച് അവർക്ക് പ്രമാണം അറിയാത്തതുകൊണ്ട് ഉപദേശിച്ച എല്ലാ ഏരിയകളും അല്ല ഉപദേശിച്ചത്. രക്ഷയും സ്നാനവും അഭിഷേകവും കൃപാവരങ്ങളും ഒക്കെ ഉപദേശിച്ച് ദൈവദാസന്മാർ മുൻപോട്ട് പോകുക. ഇന്നത്തെ പോലെ യൂട്യൂബില്ല, ഓഡിയോ ബൈബിൾ ക്ലാസ്സസ് അയക്കാൻ പറ്റത്തില്ല. ഈ ഒരു ദൈവദാസന് ഒരിടത്ത് ശുശ്രൂഷിച്ചിട്ട് പിന്നെ യാത്ര ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അടുത്തൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് ആ സഭ ആ ഭാഗം മനസ്സിലാക്കുന്നത്. ഒരു പ്രിൻ്റഡ് ബൈബിളില്ല അവർക്ക്. അപ്പോൾ ഓരോ ഈ തെസ്സലോനിക്ക സഭയോടും എഴുതുമ്പോൾ അവർക്ക് എഴുതുക, ഇവിടെ ഒരു വലിയ ഭയം, മരിച്ചു കഴിഞ്ഞാൽ എന്തായിത്തീരും, അവർക്കൊരു വലിയ ഭയം, എല്ലാം പോകുമോ, അല്ലെങ്കിൽ മരിച്ചവർ, കർത്താവിൽ മരിച്ചവർ, സഭയിലുള്ളവർ മരിച്ചു കഴിഞ്ഞാൽ അവരിനി സ്വർഗത്തിൽ പോകാതിരിക്കുമോ എന്ന് പറഞ്ഞ് ഭയപ്പെട്ടിരിക്കുമ്പോൾ അങ്ങനല്ല, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ പോലെ ഈ മരിച്ചവർ ഉയർത്തെഴുന്നേക്കുമെന്ന് പറഞ്ഞ് പുനരുദ്ധാനത്തിൻ്റെ ഒരു വചനം, അല്ല പുനരുദ്ധാനം എന്തുവാന്ന് ഈ സഭയെ പഠിപ്പിച്ചുകൊണ്ട് അവർ വെറുതെ ഉയർത്തെഴുന്നേൽക്കുക. അല്ല, ഇവരുടെ ഭയം എന്തുവായിരുന്നു, ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു, കാഹളം കേട്ടാൽ ഞങ്ങൾ എഴുന്നേക്കും, പക്ഷേ ഞങ്ങളുടെ സഭയിലുള്ള മരിച്ചവർ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അവർ പോകുമോ എന്നുള്ള ഭയത്തിൻ്റെ അകത്ത്. അങ്ങനല്ല, അവർ VIPs നിങ്ങളെക്കാൾ മുൻപേ പോകും. അതാ 15-ാമത്തെ വാക്യം വായിച്ചേ. ഇതൊന്നും സാധാരണ ദൈവദാസന്മാർ വേറൊന്നുമല്ല, പഠിക്കേണ്ട ആവശ്യം വരാത്ത ഏരിയകളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വാക്യങ്ങളൊന്ന് പൊതുവെ നമ്മൾ വാക്യപ്രതിവാക്യമായിട്ട് പഠിക്കുന്ന ഈ ഭാഗങ്ങളെല്ലാം പഠിച്ചിട്ട് പോകാൻ. 15-ാമത്തെ വാക്യം വായിച്ചു. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പ് ആകിയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയും. ഇവിടെ എഴുതിയിരിക്കുന്നത് ജീവനോടിരിക്കുന്ന നിങ്ങളല്ല ആദ്യം പോകുന്നത്, ആദ്യം പോകാൻ പോകുന്ന ആരാ? ആ നിദ്ര കൊണ്ടവരാണ് ആദ്യം പോകാൻ പോകുന്നത് എന്ന് വളരെ അവർ VIPs, അവർക്കാണ് ഫസ്റ്റ്. ജീവനോടിരിക്കുന്നതിനേക്കാൾ ആദ്യത്തെ ചാൻസ് ആർക്കാ? ആദ്യം ക്രിസ്തുവിൽ മരിച്ചവർ പുനരുദ്ധാനം പ്രാപിക്കും, പിന്നെയാണ് ജീവനോടിരിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ ഭയം മുഴുവനും മരിച്ചവർ സ്വർഗത്തിൽ പോകുമ്പോൾ കർത്താവിൽ മരിച്ചവരാവുണ്ട്. ഇവിടെ വ്യക്തമായിട്ടൊരു ഈ പ്രമാണം എടുത്തുകൊണ്ടാണ് ഇപ്പം നമുക്കറിയാവുന്നത് മരിച്ചവർ മുൻപേ പോകും. സ്വതം വെളിപ്പാട് പുസ്തകത്തിലൊക്കെ ആ ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം ഈ പുനരുദ്ധാനത്തിൻ്റെ ഭാഗം, മർത്യനെ നീ പൊടിയിൽ നിന്ന് തിരിച്ചു വരും എന്നൊക്കെ സങ്കീർത്തനത്തിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന പോലെ പല ഭാഗത്തിനകത്ത് എഴുതി. ഞാൻ ആ ഭാഗങ്ങളെല്ലാം എടുക്കുന്നില്ല. പക്ഷേ പഴയ നിയമത്തിൽ തന്നെ നേരത്തെ പുനരുദ്ധാനത്തെപ്പറ്റി എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ സങ്കീർത്തനം 90-ലൊക്കെ. മർത്യനെ നീ പൊടിയിൽ നിന്ന് എന്ത് ചെയ്യും? തിരിച്ച്. അതിൽ യോബിനോട് പറഞ്ഞൊരു ഭാഗം, യോബിനോട് വളരെ ആഴങ്ങളാണ് കർത്താവ് സംസാരിച്ച്. അതിൻ്റെ 19-ാമത്തെ അധ്യായം 25, 26, 27 വായിച്ചു. ജോബ് ചാപ്റ്റർ 19, 25-27. അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. യോബ് പറയുവാ, ആദ്യ കാലഘട്ടത്തിൽ ജീവിച്ച യോബിൻ്റെ പുസ്തകം എഴുതിയ കാലഘട്ടത്തിലല്ല, യോബ് ജീവിച്ച കാലഘട്ടം ഉൽപ്പത്തിയുടെ കാലഘട്ടം. അത്രയും 6000-ൽ പരം വർഷം മുമ്പേ ഒരു പ്രമാണവും ന്യായപ്രമാണവും ഒന്നുമില്ലാഞ്ഞ കാലഘട്ടത്തിൽ യോബിനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ വെളിപ്പെടുത്തുക. എൻ്റെ ത്വക്കൊക്കെ ചുളുങ്ങി, പ്രായം കൊണ്ട് എനിക്ക് ക്ഷീണം വന്നിട്ട് ത്വക്കൊക്കെ ചുളുങ്ങി ഞാനങ്ങ് പോവും, പക്ഷേ ദേഹസഹിതനായിട്ട് ഞാൻ എന്ത് ചെയ്യും? ഐ വിൽ സീ മൈ ഗോഡ്. യെസ്, ആരോ അല്ല കാണാൻ പോകുന്നത്, DL മൂഡിയും വില്യങ്കാരിയും ഒന്നുമല്ല, ഞാൻ തന്നെ എന്ത് ചെയ്യും? എൻ്റെ സ്വന്തം കണ്ണാൽ ഞാൻ എൻ്റെ ദൈവത്തെ കാണില്ല. പഴയ നിയമത്തിൽ ഒത്തിരി ഭാഗത്ത് കർത്താവിൻ്റെ പുനരുദ്ധാനത്തെപ്പറ്റി വർഷങ്ങൾക്ക് മുമ്പേ പരിശുദ്ധാത്മാവിൽ പ്രവചിച്ചപ്പോൾ തന്നെ പുതിയ നിയമത്തിലും കർത്താവ് എത്ര വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ആ ഭാഗങ്ങളൊക്കെ ഇവരോട് പറഞ്ഞ് തെസ്സലോനിക്ക സഭയോട് പറയുക, ക്രിസ്തുവിൽ മരിച്ചവർ ജീവനോടിരിക്കുന്നവരെക്കാൾ VIPs ആയിരിക്കും, അവർക്ക് ഫസ്റ്റ് ചാൻസ്. അത് കഴിഞ്ഞിട്ടാണ് ജീവനോടിരിക്കുന്ന നാം കർത്താവിനോടുകൂടി മധ്യാകാശത്തിൽ ചേരാൻ പോകുന്നത്. അപ്പം നമ്മൾ തിരിച്ച് ഈ വാക്യത്തിൽ വരുമ്പോൾ 15-ാമത്തെ വാക്യത്തിൽ അവരോട് ആ ഭാഗങ്ങൾ വായിച്ചിട്ട്, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പ് ആകിയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയും. ഇവിടെ എല്ലാം നിദ്ര കൊണ്ടവർ, അത് വളരെ വ്യക്തമാണ്, നമുക്കറിയാം. സ്തേഫാനോസിൻ്റെ കാര്യം, ലാസറസിൻ്റെ കാര്യം, അവൻ മരിച്ചിട്ടില്ല, അവരെന്ത് ചെയ്തു? അവിടെ എല്ലാം കർത്താവ് പറയുന്ന ഒരു കാര്യം നിദ്ര. അല്ല, യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ. അപ്പോൾ ബൈബിളിൻ്റെ അകത്ത് പലപ്പോഴും ഇതൊരു മരണം എന്തുവാണ്? നിദ്ര മാത്രമാണ്. അത് കഴിയുമ്പോൾ എൻ്റെ ശരീരം ക്ഷയിച്ചാലും വേണ്ടില്ല, എൻ്റെ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ രൂപാന്തരം പ്രാപിച്ചുകൊണ്ട്. അപ്പം ഈ പുറത്തെ മനുഷ്യൻ്റെ ക്ഷയം അല്ലെങ്കിൽ ക്ഷീണം അതൊരു താൽക്കാലിക കാര്യങ്ങളാണ്, അതൊരു നിത്യ ശരീരമല്ല. പക്ഷെ എനിക്കൊരു നിത്യജീവനുണ്ട്. ഇവിടെയുള്ള മരണം വെറും ഒരു നിദ്രയാണ്. അതുകൊണ്ടാണ് ഇവിടെ 15-ാമത്തെ വാക്യത്തിൽ ഇവരോടും പറയുന്നത് നിദ്ര എന്നുള്ള പദം ഉപയോഗിച്ച്. ഈ ഉറങ്ങിക്കിടക്കുന്നവർ എന്ത് ചെയ്യും? അന്ന് ഉണരും.
അന്ന് അവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വരും. അവർ സ്വർഗീയ ശരീരം പ്രാപിക്കും. അവരുണരും. അതുകൊണ്ട് മരിച്ചവരെ ഓർത്ത് നീ വിഷമിക്കണ്ട. അല്ലെങ്കിൽ സഭയോട് പറയുക, നീ നിൻ്റെ കാര്യം, ഇത് വ്യക്തിപരമാണ്, എനിക്ക് വേറെ ആരുടെയും കൊണ്ടുപോകാൻ കഴിയത്തില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും ഈ നാൾ കൂടുതൽ ചിന്തിക്കേണ്ടത് എന്ത്, മറ്റുള്ളവരെയൊക്കെ സ്വർഗത്തിന് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി എൻകറേജ് ചെയ്യുമ്പോൾ ജീവനോടിരിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ടത് കർത്താവൻ വിളിച്ച വിളി അനുസരിച്ച്. ആ ഭാഗങ്ങൾ പറഞ്ഞ് ആ സഭയെ ഒന്നുകൂടി ഓർപ്പിക്കുക. 16 17. എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്? കർത്താവിൻ്റെ ദ ഷൗട്ട് ഓഫ് ഗോഡ് എന്ന് എഴുതിയിരിക്കുന്നത്. കർത്താവിൻ ഗംഭീരനാദത്തോടുകൂടി. ഇതൊക്കെ ബൈബിളിൻ്റെ അകത്ത് നമ്മൾ കാണുമ്പോൾ പഴയ നിയമ കാലഘട്ടത്തിൽ ഇതെല്ലാം ഓരോ കാര്യങ്ങൾ സംഭവിച്ചു. നമുക്കറിയാം, ലാസറിൻ്റെ ശവകുടീരത്തിൻ്റെ അവിടെ വെച്ച്, അല്ലെങ്കിൽ ആ കല്ലറയുടെ അവിടെ ചെന്നിട്ട് ലാസറെ എന്ത് ചെയ്യാൻ കർത്താവ് എന്തുവാ ശബ്ദത്തോടുകൂടി പറഞ്ഞു, നീ എന്ത് ചെയ്യണം? പുറത്തു വാ, ജീവൻ പ്രാപിച്ച് പുറത്തു വാ. അപ്പം ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഒരു ശബ്ദത്തിൻ്റെ പുറത്താണ് ജീവൻ പ്രാപിക്കുന്നത്. നമുക്ക് ബൈബിളിൻ്റെ അകത്ത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് അറ്റ് ദ ഷൗട്ട് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വരവെങ്കിൽ നടക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളാണ്. ഒന്ന് ദ ഷൗട്ട് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഗംഭീരനാദം. പിന്നെ പ്രധാന ദൂതൻ്റെ ശബ്ദം. അവിടെ ഒരു ജയമാണ്. മോശയുടെ ശരീരത്തിന് വേണ്ടിയൊക്കെ വാദിച്ച് നിന്ന് നമ്മൾ യൂദായുടെ ലേഖനം അല്ലെങ്കിൽ ഒരു 9-ാമത്തെ വാക്യത്തൊക്കെ പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടുകൂടി അന്ന് പാർശ്യ ശക്തിയെ പ്രധാന ദൂതൻ ഹല്ലേലൂയ യുദ്ധം ചെയ്ത സമയത്തും ഇവിടെ മോശയുടെ ശരീരത്തിന് വേണ്ടി ദൂതൻ വാദിച്ച സമയത്തുമൊക്കെ നമ്മൾ കാണുന്നു ഈ പ്രധാന ദൂതൻ്റെ ശബ്ദം അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം കർത്താവിൻ്റെ ശബ്ദം, പ്രധാന ദൂതൻ്റെ ശബ്ദം, പിന്നെ അടുത്തത് ജയത്തിൻ്റെ. എന്തുവാ ഈ കാഹളം? എപ്പോഴാണ് ഊതുന്നത്? ജയം ലഭിച്ചു, ജയം പ്രഖ്യാപിക്കുന്ന ഒരു ടൈമാണ്. ബൈബിളിൻ്റെ അകത്ത് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നു കാഹളം. ഈ എരിഹോ കോട്ട എങ്ങനെയാണ്, തടസ്സമായി നിന്ന് എരിഹോ കോട്ട എങ്ങനെയാണ് വീണത്? എല്ലാവരോടും ജയത്തിൻ്റെ കാഹളം ഊതിയപ്പോൾ ഇത്ര പ്രാവശ്യം അതിൻ്റെ 7 വട്ടം അതിൻ്റെ ചുറ്റിനും നടന്നു. അവസാനം കാഹളം ഊതിയപ്പോൾ ഹല്ലേലൂയ, വീഴേണ്ട തടസ്സങ്ങളെല്ലാം വീണു. ജനം വിശുദ്ധ നഗരത്തിലേക്ക് പ്രവേശിച്ചു. ഹല്ലേലൂയ, നമുക്ക് സ്തോത്രം അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. അപ്പം ഹല്ലേലൂയ, കാഹളം ഊതുക ജയത്തിലാണ്. പഴയ നിയമത്തിലൊരു നല്ലൊരു വാക്യമുണ്ട് അവിടെ എഴുതിയിരിക്കുന്നത്, നീ കാഹളം ഊതുമ്പോഴേ ശത്രു പേടിച്ചു, നീ കാഹളം ഊതുമ്പോഴേ അവരുടെ കുതിരകൾ ഓടിപ്പോയി, അവർ കുതിരകളിൽ നിന്ന് വീണു. യു ഓൾറെഡി ഗോട്ട് വിക്ടറി എന്ന് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. കാഹളം ഇതൊരു ജയത്തിൻ്റെ. അപ്പം അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവെങ്കിൽ അവിടെ ഓരോ പ്രഖ്യാപനം, കർത്താവിൻ്റെ പ്രധാന ശബ്ദം, പ്രധാന ദൂതൻ്റെ ശബ്ദം എന്ന ശത്രുവിനോട് ജയിക്കുന്നതും അല്ലെങ്കിൽ ജയം കിട്ടിക്കഴിയുമ്പോൾ ഇതെല്ലാം ഒന്നിച്ച് നടക്കുന്ന ദ ഷൗട്ട് ഓഫ് ദ ട്രംപറ്റ്. പിന്നെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ ഒന്നിച്ച് നടക്കും ഇല്ലേ? ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേറ്റ് പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഇവിടെ എഴുതിയിരിക്കുന്നു ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടിരിക്കുന്നു. 1 യോഹന്നാൻ അപ്പോസ്തലൻ വ്യക്തമാക്കുന്നു, താനായിരിക്കുന്ന പോലെ ഞാൻ അന്ന് അവനെ കാണും. ഇതൊക്കെ എത്ര സന്തോഷം തരുന്ന ദിവസമാണ്. നിങ്ങളുടെ മുഖത്ത് ആ സന്തോഷം കാണുന്നില്ല. നിങ്ങളൊരു നിമിഷം നമ്മളിതൊക്കെ ധ്യാനിക്കുമ്പോഴല്ലേ ഒന്ന് ചിന്തിച്ച് പോകുന്നത്. അല്ലാത്ത സമയത്ത് നമുക്ക് ഇതൊന്നും ചിന്തിക്കാൻ എന്ത് ചെയ്യുന്നില്ല, സമയമില്ല. ഞാൻ ഈ ഒരു വർഷം എങ്ങനെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടു എന്നൊക്കെ തിരിഞ്ഞ് ചിന്തിക്കേണ്ട ഒരാഴ്ചയും കൂടെ. സ്തോത്രം. എത്രത്തോളം നമ്മൾ വചനമൊക്കെ വായിക്കാൻ, ഇനി വായിക്കുന്നവരുണ്ടെങ്കിൽ തന്നെ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? പ്രധാന ശബ്ദത്തോട് തീർന്നു. അല്ലെ ചിലർ ഇപ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിൽ പറയാം, പപ്പയും മമ്മിയും പറഞ്ഞു ഇന്ന അധ്യായം വായിക്കാതെ ആഹാരം തരത്തില്ല. ഞാൻ വായിച്ച് 3 അധ്യായം വായിച്ച്. ഇതിനകത്തൊന്നും നമുക്ക് ഈ പ്രത്യാശ ഒരു ഭാഗം എടുത്തിട്ട് നമ്മളതൊന്ന് ധ്യാനിക്കുമ്പോഴാണ് എന്ത് വരുന്നത്? മറ്റുള്ള എല്ലാ ചിന്തയും നമുക്ക് പെട്ടെന്ന് ഈ യൂട്യൂബും ഷോർട്സും റീൽസും അല്ലെങ്കിൽ അത് ഏത് മീഡിയ ആണെങ്കിലും ഇങ്ങനെ റീൽസ് ആണല്ലോ മുഴുവൻ ഇങ്ങനെ അത് നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ലോകത്തിന് അതൊന്നും വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്. അതൊക്കെ ഇനി കുറച്ച് നേരം ഇൻഫർമേഷന് വേണ്ടിയൊക്കെ നിങ്ങൾ നോക്കുക. പക്ഷേ അതെല്ലാം ലിമിറ്റ് ചെയ്തുകൊണ്ട് എൻ്റർടൈൻമെൻറ്റും ഇൻഫർമേഷനും ഒക്കെ എന്തുവാണ് അതിൻ്റെ ടു ഇറ്റ്സ് ലിമിറ്റ്. മറ്റുള്ളവരോട് ബന്ധപ്പെടാനും അതിനൊക്കെയാണല്ലോ ദൈവം നമുക്ക് ഫോൺ തന്നിരിക്കുന്നത്, വിളിക്കുവാനും മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുവാൻ, ഇടയ്ക്ക് ഒരു ഓഡിയോ മെസ്സേജ് ഇട്ട് എൻകറേജ് ചെയ്യുവാൻ. അപ്പം മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ വേണ്ടെന്നല്ല, ലിമിറ്റ് ചെയ്തുകൊണ്ട് സ്തോത്രം. കാര്യം പെട്ടെന്ന് ഇതിൽ മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഇങ്ങോട്ട് വന്ന് സ്വർഗീയ പ്രത്യാശ, കാഹളത്തിൻ്റെ ശബ്ദം ഒന്നും നമ്മുടെ തലയ്ക്കകത്ത് കയറത്തില്ല. കാര്യം നമ്മുടെ മനസ്സ് ഓൾറെഡി ലോകത്തിൽ മയങ്ങിയിരിക്കുക.
അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി നമ്മുടെ പ്രാർത്ഥനാ സമയങ്ങളൊക്കെ അതിന് മുമ്പിൽ കുറച്ച് നേരം ഒരുക്കത്ത്. പണ്ടൊക്കെ എങ്ങനെയായിരുന്നെന്നറിയാം, ആരാധനയുടെ മുമ്പിൽ ദൈവമക്കളൊക്കെ വന്നിരുന്ന് കുറച്ച് പേര് വന്നവർ വന്ന് മുട്ടുമേലിരുന്നിട്ട് അവരിന്ന് കണ്ണീരോടുകൂടി അവരെ തന്നെ ശോധന ചെയ്ത് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു 15 അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഒരു 9 മണി തൊട്ട് ആൾക്കാർ അങ്ങനെ വന്ന് മുട്ടുമേ ഇരുന്ന് കഴിഞ്ഞാൽ 10 മണിക്ക് ദൈവദാസൻ മീറ്റിംഗ് തുടങ്ങുമ്പോഴേ ആത്മാവിൽ നിറയും. പിന്നെ ഒന്നും പ്രത്യേകിച്ച് തല പിടിച്ച് കുലുക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആത്മാവ് നിറയും. കാര്യം ഒരുക്കം പ്രാപിച്ചു. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നിങ്ങൾ മനസ്സിലാക്കണം, കുറച്ച് നേരം ഇരുന്ന് ഒരുക്കം പ്രാപിച്ച് അല്ലെങ്കിൽ ഈ ആത്മീയ കാര്യങ്ങളൊക്കെ ബോറിംഗ് ആയിട്ട് വരും. ആത്മീയ വിഷയങ്ങളൊന്നും താല്പര്യമില്ലാതെ വരും. ഈ ഭാഗമൊക്കെ ഒന്ന് ഇരുന്ന് ധ്യാനിക്കുമ്പോൾ കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വാക്കുകളാൽ അന്യോന്യം എന്ത് ചെയ്യണം? ആശ്വസിച്ചു കൊള്ളുവീൻ. ഈ കഷ്ടതയുടെ മധ്യത്തിലും ഈ ബുദ്ധിമുട്ടിൻ്റെ മധ്യത്തിലും ഈ പോരാട്ടത്തിൻ്റെ മധ്യത്തിലും ഒക്കെ പോരാട്ടം ശക്തമാകുമ്പോൾ 4-ാമത്തെ അധ്യായം ഈ കർത്താവിൻ്റെ വരവിനെ പറ്റി 16ഉം 17ഉം പറഞ്ഞിട്ടാണ് 18ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് ഈ വാക്കുകൾ പറഞ്ഞ് അന്യോന്യം ആശ്വസിച്ചു. ഒരാൾ വലിയ കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ എന്തുവാ പറയേണ്ടത്? ഈ വാക്യങ്ങൾ. നമ്മുടെ കർത്താവ് വരാറായി. അതല്ലേ മാറാനാഥ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് എന്ത് ചെയ്യുന്നു? വരാറായി. പണ്ടൊക്കെ അങ്ങനെ മാറാനാഥ പറഞ്ഞായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ബലപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് ആർക്കും ഈ പോരാട്ടം വരുന്നത് എപ്പോഴാണെന്നറിയാം? കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത് തുടങ്ങുമ്പോഴാണ്. അല്ലെങ്കിൽ ചിലർ പറയും എനിക്കൊരു കഷ്ടതയില്ലല്ലോ, എനിക്കൊരു പോരാട്ടവും ഇല്ലല്ലോ, കർത്താവിന് വേണ്ടി ഒന്ന് ശരിക്കും നിൽക്കാം. ദൈവമക്കളെ, പോരാട്ടമൊക്കെ വരുമ്പോൾ ഒന്ന് ശക്തമായി നിൽക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ എല്ലാം നമ്മൾ കണ്ടല്ലോ, ഹല്ലേലൂയ, ആ പ്രത്യാശയുടെ വചനങ്ങൾ. താനായിരിക്കുന്ന പോലെ അന്ന് ഞാൻ കർത്താവിനെ കാണും. ആരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്? ഞാൻ പറഞ്ഞങ്ങ് പോകാം പെട്ടെന്ന്. എബ്രായലേഖനം 9-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, തന്നെ കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ കർത്താവ് വീണ്ടും വരുന്നു. സ്തോത്രം. വേറൊരു ഭാഗത്ത് പറഞ്ഞു വിശുദ്ധിയോടുകൂടി, ഹല്ലേലൂയ. തൻ്റെ 2 തിമോത്തിയോസിൽ പറഞ്ഞ് തൻ്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കുന്നവർ. വേറൊരു ഭാഗത്തുനിന്ന് വിശുദ്ധിയോട് കാത്തിരിക്കണം. ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ ആ ചോദ്യം, ആരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്? പെന്തിക്കോസുകാരെ ചേർക്കാനാണോ? നമ്മെ ചേർക്കാനെന്ന് നമ്മൾ പൊതുവേ പറയും. ബൈബിൾ ഭാഷയിൽ പ്രമാണം എന്തുവാണ്? ഞാനിപ്പം വായിച്ചില്ല, എബ്രായ ലേഖനത്തിലും തിമോത്തിയോസ് ലേഖനത്തിലും എഴുതിയിരിക്കുന്നത്. 1 വിശുദ്ധിയോടുകൂടി കാത്തിരിക്കുന്നവരെ, 1 തൻ്റെ പ്രത്യക്ഷത ആഗ്രഹിച്ചിരിക്കുന്നവരെ ചേർക്കുവാൻ. അപ്പം എന്തായിരിക്കണം നമ്മുടെ ആഗ്രഹം? അറിയാതെ ലോകമനുഷ്യരായതുകൊണ്ട് മറ്റുള്ളവരെ പോലുള്ളത് എനിക്കും വേണം, അതെനിക്കും വേണം, ഇതെനിക്കും വേണം, അങ്ങനെയൊക്കെ ഒത്തിരി ആഗ്രഹങ്ങൾ ഉള്ളിൽ വരും. മനുഷ്യനായതുകൊണ്ട് എൻ്റെ ഉള്ളിൽ വന്നെന്നിരിക്കും, നിങ്ങളുടെ ഉള്ളിൽ വന്നെന്നിരിക്കും. ആ ആഗ്രഹമൊക്കെ എടുത്തൊന്ന് പുറത്ത് കളഞ്ഞാൽ മാത്രമേ കർത്താവിൻ്റെ പ്രത്യക്ഷത, ഹിസ് അപ്പിയറിങ്, ഹല്ലേലൂയ, എൻ്റെ കർത്താവ് പ്രൈസ് ദി ലോർഡ് തന്നെ കാത്തിരിക്കുന്നവരെ ചേർക്കുവാനായിട്ട് വീണ്ടും വരുന്നു. അല്ല, തെസ്സലോനിക്ക സഭയെ ഉണർത്തുമ്പോൾ അവിടെ എന്തൊക്കെ വ്യക്തിത്വ പ്രോബ്ലംസ് ആണെന്നറിയാം. മടി, നമ്മൾ തൊട്ട് മുമ്പിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു, തമ്മിൽ മത്സരം, പരിശുദ്ധാത്മാ പ്രവർത്തിക്കാതിരിക്കുവാനുള്ള സ്വാർത്ഥത, ഒത്തിരി ജഡീക സ്വഭാവങ്ങളൊക്കെ ഇവിടും. തെസ്സലോനിക്ക സഭ നല്ലൊരു സഭയാണ്. നിങ്ങളെ ഞാൻ വിളിച്ചിരിക്കുന്നതിന് കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ, വലിയ വില കൊടുക്കുവാനും അതനുസരിച്ച് തേജസ്സിനാൽ നിറയ്ക്കുവാനൊക്കെ അവരെ വിളിച്ചിരിക്കുന്നത്. വിളിയൊക്കെ ഇടയ്ക്ക് മറന്നു പോകുന്ന സമയങ്ങളുള്ളപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ വരുമ്പോൾ, ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മളങ്ങ് മാറിപ്പോവും, മറ്റുള്ളവരെ പോലൊക്കെ ആയിത്തീരുവാൻ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ശരിക്കും സമർപ്പണത്തോടുകൂടി ഒരുക്കത്തോടുകൂടി ഒന്ന് സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ വിളി എന്തുവാന്ന് കർത്താവ് ഓർപ്പിക്കുന്ന ദിവസങ്ങളാണ്. കർത്താവിൻ്റെ വരവ് അടുത്തു. വീണ്ടും വീണ്ടും ഇന്ന് പകൽക്കാലം ഓർപ്പിച്ച പോലെ വരും ദിവസങ്ങൾ നമ്മുടെ വിളി കർത്താവ് പല ഹല്ലേലൂയ, പല പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് അറിയാം എങ്ങനെയൊക്കെ ഇടപെടണം. ഓരോ രീതിയിലായിരിക്കും നമ്മളോട് ഓർപ്പിക്കുന്നത്. ഇടയ്ക്കൊക്കെ ചെറിയ കൊട്ടുകളൊക്കെ തരുമ്പോൾ എന്തുവാ അതിൻ്റെ അർത്ഥം? എന്തുവാ? നമ്മൾ മക്കൾക്കൊക്കെ എന്തിനാ 2 അടിയൊക്കെ കൊടുക്കുക? നീ ആരാന്ന് നീ മറന്നു പോകല്ലേ, നമ്മൾ ആരാന്ന് മറന്നു പോകല്ലേ, നമ്മുടെ വിളി മറന്നു പോകല്ലേ. കർത്താവ് നമ്മളെ വചനത്താൽ ബലപ്പെടുത്തട്ടെ.